നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഈ കുഞ്ഞൻ വണ്ടിനെ കുറിച്ചാണ്. കോട്ടെരുമ, മുപ്പിളി വണ്ട് അങ്ങനെ പല പേരുകളിലും ഈ വണ്ട് അറിയപ്പെടുന്നുണ്ട്. ഈ വണ്ടിനെ കൊണ്ട് പല സ്ഥലങ്ങളിലും ആളുകൾക്ക് വലിയ തോതിലുള്ള ഉപദ്രവമാണ് നേരിടുന്നത്. പല സ്ഥലങ്ങളിലും ആളുകൾ വീടൊഴിഞ്ഞ് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അത്രമാത്രം ഈ വണ്ട് കൂട്ടത്തോടെ നമ്മുടെ വീട്ടിലിരുന്ന ലൈറ്റിൽ ആകർഷകരായിട്ട് കയറി വരികയും പിന്നീട് അത് ശല്യമായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ വേനൽ മഴ കഴിഞ്ഞ് വരുന്ന സമയങ്ങളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ കടകളിലൊക്കെ ഈച്ചയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇൻസെക്റ്റ് കില്ലർ എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഉൾപ്പെടെയുള്ളൊരു സംവിധാനം പലയിടത്തും വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരെണ്ണം വാങ്ങി വെച്ച് ഈ വണ്ടിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു. അത് ഒരു പരിധിവരെ വിജയിച്ചു. ആ കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഈ ഇൻസെക്റ്റ് കില്ലറിൻ്റെ ലൈറ്റ് അതൊരു അൾട്രാ വയലറ്റ് ഷെയ്ഡുള്ള ലൈറ്റാണ്. ഈ വണ്ടുകൾ കൂടുതലായിട്ടും ഇത്തരം ഒരു കളറുള്ള ലൈറ്റിലേക്ക് കൂടുതലായിട്ട് ആകൃഷ്ടരാകുന്നുണ്ട്. ഇത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് വീടിൻ്റെ പുറത്താണ്. അപ്പോൾ ഇത് വെച്ച ശേഷം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ അല്പം ലൈറ്റ് ഇട്ടാൽ കൂടെ ആ സാധാരണ ഇടുന്ന ബൾബിൻ്റെ ലൈറ്റിലേക്ക് ഈ വണ്ടുകൾ ആകൃഷ്ടരാകുന്നില്ല. കാരണം ഈ അൾട്രാ വയലറ്റ് ലൈറ്റ് പുറത്തുള്ളത് കൊണ്ട്. അപ്പോൾ ഇത് വെച്ച ശേഷം വീടിൻ്റെ ഉള്ളിലേക്ക് വണ്ടുകൾ കടന്നു വരുന്നത് വളരെ കുറവാണ്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ സാധാരണ ഇടുന്ന പോലെ ലൈറ്റുകൾ ഇടാറുണ്ട്. പുറത്തേക്ക് ഇടുന്നില്ല, വീടിൻ്റെ പുറത്തേക്ക്. വീടിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടാൽ കൂടെ ഇത് അകത്തേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് കാണാം ഇത് വണ്ടുകൾ വന്ന് കയറുന്നത് ഇതിനകത്തേക്ക് ആ വെട്ടത്തിൽ ആകൃഷ്ടരായിട്ട്. ഇത് വന്നു കയറുന്ന നല്ലൊരു ശതമാനം വണ്ടുകളും ഈ ഇൻസെക്റ്റ് കില്ലറിലുള്ള ഇലക്ട്രിക് ഷോക്കിൽ പെട്ടിട്ട് നശിച്ചു പോകുന്നുണ്ട്. കുറേയൊക്കെ കത്തി നശിച്ചു പോകുന്നുണ്ട്. ബാക്കിയുള്ളവ ആ ഇൻസെക്റ്റ് കില്ലറിൻ്റെ പുറകിലുള്ള ഭിത്തിയിൽ വന്ന് ഇരിക്കുന്നത് കാണാം. ഇങ്ങനെ വന്നിരിക്കുന്നതിനെ കൂടെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്നത്, നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന ഈ പാറ്റ ചോക്ക് അല്ലെങ്കിൽ ലക്ഷ്മൺ രേഖ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്ന ഈ ഉറുമ്പിൻ്റെ ചോക്ക്, അങ്ങനെ പല പേരുകളിൽ സാധനം അറിയപ്പെടുന്നുണ്ട്. പാറ്റ ചോക്ക്, ഉറുമ്പിൻ്റെ ചോക്ക്, അങ്ങനത്തെ ചോക്ക് അത് മേടിച്ചിട്ട് ഈ ഭിത്തിയിൽ കുറുകെ 2-3 സ്ഥലത്ത് നമുക്ക് ഇത് വരച്ചിടാം. അങ്ങനെ വരച്ചിട്ട് കഴിയുമ്പോൾ ഈ വണ്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഈ വണ്ട് ഭിത്തിയിൽ വന്നിരുന്നാൽ കൂടെ അത് അവിടെ തന്നെ ഇരിക്കില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും. ഈ ലൈറ്റിനെ ലക്ഷ്യമാക്കി മുകളിലേക്കും താഴേക്കും അത് പതിയെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ മാറുന്ന സമയത്ത് ഈ ലക്ഷ്മൺ രേഖ അല്ലെങ്കിൽ ഈ ഉറുമ്പ് ചോക്കിൻ്റെ വരയിൽ തട്ടുകയും അങ്ങനെ തട്ടുന്നവ ഒരു 1-2 മിനിറ്റിനുള്ളിൽ നശിച്ചു പോവുകയും ചെയ്യും. അതായത് ചത്ത് താഴെ വീഴുന്ന നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഈ ഭിത്തിയിൽ വന്നിരിക്കുന്നവയെ നമുക്ക് നശിപ്പിക്കാൻ സാധിക്കും. ഇത് ചെയ്തില്ലെങ്കിൽ കുഴപ്പമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് നമ്മൾ ഒരു നേരം വെളുക്കുന്നതോടുകൂടി ഈ ലൈറ്റ് ഓഫാക്കുമ്പോൾ ഈ ഭിത്തിയിലിരിക്കുന്നവ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭിത്തിയിലിരിക്കുന്നവയെ കൂടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഉറുമ്പ് ചോക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ആ ചോക്ക് വരച്ച് ഒരു അരമണിക്കൂറിന് ശേഷമുള്ളൊരു വീഡിയോ ആണ്. ഭിത്തിയിലുള്ള മുമ്പുണ്ടായിരുന്ന വണ്ടുകളൊക്കെ ഏറെക്കുറെ നശിച്ചു പോയിട്ടുണ്ട്. പുതിയ വണ്ടുകൾ വന്നിരിക്കുന്നവ ഉണ്ട് അതിൽ. എങ്കിൽ തന്നെയും ഒരു നല്ലൊരു ശതമാനവും വലിയ താമസം കൂടാതെ നശിച്ച് ഭിത്തിയിൽ പിടിച്ച് നിൽക്കാൻ വഴിയാതെ കീപ്പോട്ട് വീഴുന്നത് നമുക്ക് കാണാം. അത് വണ്ടുകൾ അവിടെ താഴെ വീണ് കിടക്കുന്നതാണ്. ഇതിലൊരു നല്ലൊരു ഭാഗവും ചത്തുപോയ വണ്ടുകളാണ്. ചിലത് പാതി ജീവനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം ഈ ഇൻസെക്റ്റ് കില്ലർ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ മെഷ്, ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന മെഷ്, അത് ക്ലീൻ ചെയ്ത് വെക്കണം എല്ലാ ദിവസവും. അതിൽ നിറച്ച് വണ്ടുകൾ പറ്റി പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഈ വണ്ടുകളെ നമുക്ക് അടുത്ത ദിവസം അടിച്ചു വാരി എടുത്ത് കൂട്ടി നോക്കാം. ഇതിപ്പോൾ നമുക്ക് ലക്ഷ്മൺ രേഖയിൽ വന്നിരിക്കുന്നൊരു വണ്ടിൻ്റെ അവസ്ഥ കാണാം. അത് കുറച്ച് നേരം എടുക്കും. ഒരു കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആ വണ്ട് താഴോട്ട് വീഴുന്നത് കാണാം. ഇതുപോലെ വണ്ട് താഴത്തേക്ക് പോയി ഉണ്ടോ. അതേപോലെ നല്ലൊരു ഐറ്റം വണ്ടുകൾ ഇതുപോലെ നശിച്ചു പോകുന്നുണ്ട്. ഇത് പകൽ എടുത്ത വീഡിയോ ആണ്. തലേ ദിവസത്തെ വണ്ടുകൾ വന്ന് അതിൽ മുട്ടിയിരുന്ന് നശിച്ചു പോയ വണ്ടുകളുടെ അവശിഷ്ടങ്ങളാണ്.
ലക്ഷ്മൺ രേഖ വരച്ചത് കൊണ്ട് ഭിത്തിയിൽ വണ്ടുകളൊന്നും കാണാനില്ല. ഭിത്തിയിലുണ്ടായിരുന്ന വണ്ടുകളൊക്കെ ഏറെക്കുറെ നശിച്ചു പോയിട്ടുണ്ട്. ഒന്നോ രണ്ടോ വണ്ടൊക്കെ അവിടെ ഇവിടെയും പറ്റിപ്പിടിച്ചിരിക്കുന്നതല്ലാതെ ബാക്കിയുള്ള വണ്ടുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ താഴെ കിടക്കുന്ന വണ്ടുകളെയൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്ത് എന്തുമാത്രം വണ്ടുകൾ നമുക്ക് നശിപ്പിച്ച് കളയാൻ സാധിച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇത് ഒറ്റ ദിവസത്തെ കളക്ഷനാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയ വണ്ടുകളാണ് ഈ കിടക്കുന്നത് മൊത്തം. ഇതുപോലെ എല്ലാ ദിവസവും വന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് കയറും ഈ വണ്ടുകൾ. ഓരോ ദിവസവും വരും. ഒറ്റ ദിവസം കൊണ്ട് തീരൂല. ഇതൊരു 1-2 മാസത്തോളം ഇങ്ങനെ വന്നുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഒറ്റ ദിവസത്തേക്ക് നമുക്ക് കിട്ടിയ നശിപ്പിച്ച് കളയാൻ സാധിച്ച വണ്ടുകളാണ് ഈ കിടക്കുന്നത് മൊത്തം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് ക്ലീൻ ആക്കിയിട്ട് ഒന്നുകൂടെ നമുക്ക് നോക്കാം എത്രമാത്രം വണ്ടുകൾ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. ഇൻസെക്ട് കില്ലർ ക്ലീൻ ചെയ്തു. അതിൽ പറ്റി പിടിച്ചിരുന്ന വണ്ടുകളെയൊക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് തൂത്തെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ താഴെ ചാടിക്കിടന്ന വണ്ടുകൾ, അത് ചിലത് പാതി ജീവനോടുള്ളതുണ്ട്, അതൊക്കെ എടുത്ത് കൂട്ടിയിട്ടുണ്ട്, അടിച്ചു കൂട്ടിയെടുത്തിട്ടുണ്ട്. ഗ്രാവലിൻ്റെ ഉള്ളിൽ വീണ് കിടന്ന വണ്ടുകളെ കുറച്ചേ എടുക്കാൻ പറ്റുള്ളൂ, ബാക്കി നമുക്കത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാം കൂടെ തൂത്ത് വാരി എടുത്തപ്പോൾ ഇത്രയും വണ്ടുകൾ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അളന്നു നോക്കിയില്ല എത്രയുണ്ടെന്ന്. ഏകദേശം ഒരു 2 ലിറ്ററിൻ്റെ അടുക്ക് വണ്ട് ഉണ്ടാവും അത്. അപ്പോൾ ഇതൊരു ദിവസത്തെ കളക്ഷനാണ്. മഴ പെയ്യാത്ത ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ വരവ് കൂടുതലാണ്. മഴ പെയ്യുന്ന ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഇത് വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഇതിപ്പോൾ ഒരു മഴ പെയ്യാത്ത ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ഒത്തിരി വണ്ടുകളൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും ഉണ്ടാവില്ല. മഴ പെയ്യാത്ത ദിവസങ്ങളിൽ മിക്കവാറും ഇതുപോലെ നമുക്ക് വണ്ടുകളെ പിടിച്ചെടുക്കാൻ പറ്റും. ഇത് ജീവനുള്ളതും അല്ലാത്തതും ഒക്കെ കൂടെ കൂടിയിട്ട് ഒരു ബക്കറ്റിൽ ഇതുപോലെ കൂട്ടിയിട്ട് വയ്ക്കും. അതിനുശേഷം അതൊരു ക്വാണ്ടിറ്റി ആകുമ്പോൾ നമ്മളത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ വാങ്ങിയ 3 ഇൻസെക്ട് കില്ലർ മോഡലുകൾ കാണിച്ചു തരാം. ആദ്യമായിട്ട് മേടിച്ചത് ഏറ്റവും കുറഞ്ഞ 20 വാട്ട്സിൻ്റെ ഒരു മോഡലാണ്. അതിനകത്ത് കുഴപ്പം എന്നാ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ടുകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഷോക്ക് അടിക്കുന്ന പാനലിൽ മാറ്റിലിരുന്ന് ഷോക്ക് അടിച്ച് അത് കത്തി ട്യൂബുകളൊക്കെ കളർ ചേഞ്ച് വന്നു 2 ട്യൂബിനും. അതുകൊണ്ട് ഇപ്പോൾ അതിൽ നിന്നുള്ള വെട്ടം വളരെ കുറച്ചാണ് പുറത്തേക്ക് വരുന്നുള്ളൂ. അപ്പോൾ അതൊരു തീരെ ഇന്നഫിഷ്യൻ്റാണ്. വളരെ കുറച്ച് വണ്ടുകളൊക്കെ ഉള്ളുവെങ്കിൽ ഇത് ഉപകാരപ്രദമാണ്. വണ്ടുകളുടെ അളവ് കൂടുതലുണ്ടെങ്കിൽ ഇത് ഒരു റെക്കമെൻഡഡ് മോഡലല്ല. അതിനുശേഷം വാങ്ങിയതാണ് 40 വാട്ട്സിൻ്റെ മോഡൽ. ഇത് എഫിഷ്യൻ്റാണ് അത്യാവശ്യം, പക്ഷേ ഇതിനും ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഈ ഷോക്ക് കൊടുക്കുന്ന പാനലും ട്യൂബും തമ്മിലുള്ള ആകാരം വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് പതിയെ ആ ട്യൂബിന് കളർ ചേഞ്ച് വരുന്നുണ്ട്, പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് വാങ്ങിയതാണ് 60 വാട്ട്സിൻ്റെ ഇൻസെക്ട് കില്ലർ. ഇതാണ് ഇപ്പോൾ ഉള്ളിലേക്ക് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഷോക്ക് അടിക്കുന്ന പാനലിൻ്റെ വീതി അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. എത്ര വണ്ടുകൾ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് തന്നെയല്ല, ആ ട്യൂബിൽ നിന്നുള്ള ദൂരവും വളരെ കൂടുതലാണ്. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 60 വാട്ട്സിൻ്റെ മോഡലാണ്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഒരു മോഡൽ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഇനി ഈ ഇൻസെക്ട് കില്ലർ അല്ലാതെ ഇതുപോലെ അൾട്രാവയലറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ട്യൂബോ ബൾബ് ഉപയോഗിച്ച് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് നിങ്ങൾക്ക് കമൻസ് ആയിട്ട് ഇടാവുന്നതാണ്. ഞാൻ ചെയ്തു നോക്കാം. ഇപ്പോൾ എന്തായാലും എനിക്കിത് സക്സസ് ആയിട്ടാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ലൈറ്റുകൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ അതിനുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ, ആ ലൈറ്റിൻ്റെ വെട്ടത്തിലേക്ക് വരുന്നതോടൊപ്പം തന്നെ വീടിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ് വെട്ടത്തിലേക്കും ഈ വണ്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ വണ്ടുകളെ കൂടുതൽ ആകർഷിക്കുന്ന ഒരു ലൈറ്റ് സോഴ്സ്, അതായത് അൾട്രാവയലറ്റ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് ഉപയോഗിച്ച് ഈ വണ്ടുകളെ ആകർഷിച്ച് അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഉത്തമമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അവരവർക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവച്ചാൽ മറ്റുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.